ഹലോ. ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. യാത്രയെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിന്ധു ടീച്ചറുടെ ഒരു വിയോഗത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, ഉണ്ണികൃഷ്ണൻ മാഷിൻ്റെ. അപ്പോൾ മാഷിനെയും മോനെയൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. അനുശോചനം അറിയിക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് ഇറങ്ങി കടയ്ക്കലായിരുന്നു. പോയി മാഷിനെ കാണാൻ പറ്റിയില്ല. മോനെയും അമ്മയെയും ഒക്കെ കണ്ടു, അനുശോചനം അറിയിച്ചു. അവിടെ നിന്നും ഇറങ്ങി. ഭയങ്കര വിഷമം തന്നെയാണ്. ആ കുടുംബത്തിന് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നു, പങ്കുചേരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ പോയത് കൊല്ലത്തേക്കാണ്. അവിടെ പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെ, രമ്യയുടെ, അയ്യപ്പൻ്റെ, നമ്മുടെ കല്ലുമോളുടെ വീട്ടിലേക്ക്. അവരുടെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു. അപ്പോൾ പാലുകാച്ചിന് പോയിട്ടില്ല. ഞാൻ കല്ലുമോൾ കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസത്തിൽ നടത്തിയതാണ് പാലുകാച്ചൽ. നമുക്ക് പോകാൻ പറ്റത്തില്ല, പല കാരണങ്ങളാണ്. പലയിടത്തും നമുക്ക് അങ്ങനെ പോകാനോ ഒന്നിനും പറ്റാത്ത സാഹചര്യമാണ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കണം. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ്. എല്ലായിടത്തേക്കും പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിടിച്ചാണ് ഒരു ദിവസം നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ ഇന്ന് ഇറങ്ങി പോയി കാണണം, വീട് കണ്ട് ആ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി. അതോടൊപ്പം മാഷിനെയും കാണണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. അപ്പോൾ കാക്കച്ചയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോയത്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന, കുറേ കാലമായിട്ട് വരണമെന്ന് വിചാരിച്ചിരുന്ന, കുറേ കാലമെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വീടാണത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷ്ണുവിൻ്റെയും രമ്യയുടെയും അയ്യപ്പൻ്റെയും കുഞ്ഞിപ്പെണ്ണുണ്ട്, ഒരു കുഞ്ഞിപ്പെണ്ണ് രുദ്രയുടെയും വീടാണിത്. അപ്പോൾ എല്ലാവരും ഞാൻ കാണിക്കാം. അപ്പോൾ അവരുടെ പാലുകാച്ചൽ കഴിഞ്ഞു. മെയ് മാസത്തിലായിരുന്നു. അപ്പോൾ നമുക്ക് ജൂണിലാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നതാണ്. വീടാണ് ഞങ്ങളുടെ സ്വന്തം പിള്ളേരുടെ, അതാണ് വീടാണ്. അവരുടെ സ്വപ്നമാണ് രുദ്രവൈഷ്ണവം എന്നാണ് വീട്ടുപേര്. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അവരുടെ വീടാണ് വിഷ്ണുവിൻ്റെ രമ്യയുടെയും സ്വപ്നഗൃഹം, രുദ്രവൈഷ്ണവം. എന്ത് നല്ല പേരാണ്. രുദ്രയും വൈഷ്ണവുമാണ് അയ്യപ്പനും കല്ലുവും. അവരുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു വിഷ്ണുവിൻ്റെ സന്തോഷം കാണുമ്പോൾ, രമ്യയുടെ ചിരി കാണുമ്പോൾ. എന്ന് വെച്ചാൽ ആദ്യമേ പറഞ്ഞ ചേച്ചി റാമ്പ് വെക്കണം എന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ ചിന്തിക്കുന്നല്ലോ എന്നെനിക്ക് തോന്നി. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞു മക്കളുണ്ട്. ഇതാണ് എൻ്റെ അയ്യപ്പൻ എന്ന് തന്നെ പറയാം. അത്ര സ്നേഹമാണ് കുട്ടികൾക്ക്. ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഈ യാത്ര ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും ഈ വണ്ടിയിൽ കയറൽ പിറകൽ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടുമാണ് കുട്ടികളൊക്കെ നല്ലോണം കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. വീട് ഇങ്ങനെയാണ്. മുകളിൽ 2 റൂം, അങ്ങനെ കാര്യങ്ങളൊക്കെ. അങ്ങനെ താഴെ ഇങ്ങനെ നിൽക്കുന്നു. അതായത് അവരുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനന്തുവിനെ പ്രശംസിച്ചു. അനന്തു വിഷ്ണുവിൻ്റെ ഇളയാളാണ്. അപ്പോൾ അനിയനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളോട് മുന്നിൽ ഇത് പറയാനായിട്ട്. അവർ ആഗ്രഹിച്ച് വെച്ചൊരു വീട്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കും സന്തോഷം, നമുക്കും അതൊരു ഭയങ്കര സന്തോഷമാണ്. അവിടെ കുഞ്ഞു മക്കളും എല്ലാവരും കൂടെ കലപിലയും എല്ലാം. പലയിടത്തും ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഇടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഡി ചേച്ചിക്ക് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡി ചേച്ചിയുടെ അമ്മയ്ക്ക് വരാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഭയങ്കര പ്രതിസന്ധികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തത്രയും പ്രതിസന്ധികളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയും. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ റൂമിലൊക്കെ ഞാനൊന്ന് കയറി ഇറങ്ങി. നല്ല ബെഡ്റൂമൊക്കെ, നല്ല സ്ഥലമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി നോക്കി ഒക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളുണ്ട് അവിടെ, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ വിഷ്ണു പറഞ്ഞു. പാലുകാച്ചലൊക്കെ വിളിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി. ആ സമയത്ത് വരാതിരുന്നത് പറ്റില്ലാത്ത അവസ്ഥയായതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഇത് നോക്കി നോക്കിയിരുന്നു ഇന്നങ്ങ് പോയി കേട്ടോ. അതാണ് ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ വീട് എന്ന് പറയുന്നത് എന്താണ്, ഏതൊരു പ്രതിസന്ധിയെയും നമ്മളെ അതിൽ നിന്ന് കരകയറ്റും. പ്രതിസന്ധിയല്ല, ഏതൊരു കൊടുങ്കാറ്റിനെയും പേടിക്കേണ്ട എന്നാണ്. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ കയറൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് അനന്തു കേട്ടോ, വിഷ്ണുവിൻ്റെ അനിയൻ. അപ്പോൾ അനന്തുവിൻ്റെ മോനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അടുക്കള ഇതാണ്, കിച്ചൺ ഇതാണ്, അപ്പുറത്തോട്ടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിക്കുക, പ്രതീക്ഷ വെച്ച് ജീവിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക, ജോലി കർമ്മനിരതരായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു, ഫുഡൊക്കെ തന്നു. എനിക്കാണെങ്കിൽ ഞാൻ കഴിക്കുന്നതിൻ്റെ കോട്ടിലും ബിരിയാണിയൊക്കെ കോരി എൻ്റെ പ്ലേറ്റിൽ വെച്ചു. ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല കേട്ടോ. അതും ബിരിയാണി എൻ്റെ ഫേവറേറ്റേ അല്ല. എനിക്ക് ചോറും മീൻകറിയുമാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വെറും ചോറ് മതി എന്ന് പറഞ്ഞ് ഞാൻ വെറും ചോറ് കഴിച്ചു. ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ സന്തോഷം എന്ന് പറയുന്ന, എല്ലാവരും പറയില്ലേ തീറ്റയാണോ പെയിനെന്ന് ചോദിക്കും. തീറ്റയാണോ എന്ന് ചോദിച്ചാൽ കഴിക്കലാണ് സന്തോഷം തരുന്നത്. യാത്രയും കഴിക്കലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് ആ സ്വപ്നത്തിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതാണ് ആനന്ദവും ലച്ചുവിൻ്റെ മോൻ, നല്ല മോനാണ് കേട്ടോ, അമ്പാടി. വിളിച്ചപ്പോഴേ ഓടി വന്നു. ഞാൻ ഉമ്മ ചോദിച്ചപ്പോൾ എനിക്കൊരു അടി തന്നു ഇവൻ കേട്ടോ. കല്ലു പക്ഷേ ഉമ്മ തന്നു കേട്ടോ. ഇവൻ എന്നെ അടിച്ചു. കുഞ്ഞൻ നല്ല മോനായിരുന്നു. ഓടി വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മോനെ ഇങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ TV വെച്ചേക്കുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് ഞാനാണെങ്കിൽ അത് ഒന്ന് വയ്ക്കാത്തത് കേട്ടോ, വോയിസ് ഓവർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്, ശ്രീകുട്ടി. അപ്പോൾ അച്ഛനാണ്, വിഷ്ണുവിൻ്റെ അച്ഛനാണത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അച്ഛനാണ് വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാപത്തിലും നമ്മളൊപ്പം നിൽക്കുന്ന എൻ്റെ ബ്രദറാണ് കേട്ടോ. ഇതാണ് കല്ലുമോൾ ഉറങ്ങുകയായിരുന്നു. കല്ലുമോൾ ഇക്കാടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാതിരുന്നു. അത് രമ്യയുടെ ചേച്ചിയുടെ മോളാണ്, മഹാലക്ഷ്മി. അപ്പോൾ ആ മോളും അയ്യപ്പനും കല്ലുവും അമ്പാടിയും എല്ലാവരും കൂടെ ഇവിടെ കളിയായിരുന്നു. കാക്കച്ചിയുടെ കയ്യിലായിരുന്നു കല്ലുവിന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. എല്ലാവരുടെ കയ്യിലും പോകുന്നൊരു കുഞ്ഞുമോൾ കേട്ടോ. അപ്പോൾ അവരുടെ രുദ്രവൈഷ്ണവത്തിലായിട്ട് നമ്മളൊക്കെ വന്നതിൻ്റെ സന്തോഷമായിരിക്കും കേട്ടോ. അവർ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ അതാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. എന്തായാലും വന്നതല്ലേ, കുറച്ച് നേരം കൂടെയൊക്കെ ഇരുന്നു. ചായ കുടിച്ചിട്ട് പോയാൽ മതി ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കിങ്ങനെ എത്തിയിട്ട് പലർക്കും പല വീടുകളിലേക്ക് പോകേണ്ടവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2:45 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു കൊച്ചു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഫുൾ ഇടുന്നതാണ്. അപ്പോൾ അമ്പാടിയെയും കല്ലുവിനെയും ഒരുമിച്ചെടുത്ത് കൊണ്ട് വന്ന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത്, കല്ലുവിനെ പ്രസവിച്ചപ്പോൾ നമ്മൾ പിന്നെ പോയി. അമ്പാടിനെ ഇന്നാണ് കാണുന്നത് കേട്ടോ, പാവം. എല്ലാ കുഞ്ഞുമക്കളും ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാണുക. ഇഷ്ടമായാലും നിങ്ങൾ പറയണം കേട്ടോ. ഈ കുഞ്ഞു വീഡിയോയാണ്. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം ദീജ.